നമസ്കാരം. പി സി ജോർജ് ഗതികിട്ടാതെ അലിയുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന് വേണം പറയാൻ. അതായത് എങ്ങോട്ടും പോകാനാവാതെ വന്ന വഴിയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ നിന്നും തിരിച്ചടി കിട്ടുന്നു. അതായത് UDF-ലേക്ക് പോകുന്നു എന്ന് പരസ്യമായി ആഹ്വാനം ചെയ്ത പി സി ജോർജിന് കട്ട മറുപടിയുമായിട്ടാണ് രമേശ് ചെന്നിത്തല എത്തിയിരിക്കുന്നത്. അതായത് രമേശ് ചെന്നിത്തല പി സിയുടെ UDF പ്രവേശനവുമായി ബന്ധപ്പെട്ട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: അദ്ദേഹത്തിൻ്റെ പ്രവേശനം ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഞങ്ങളത് കണ്ടത് മാധ്യമത്തിലൂടെയാണ്. അദ്ദേഹത്തിനെ ആരാണ് UDF-ലേക്ക് എടുത്തതെന്നും ഞങ്ങൾക്കറിയില്ല, ആരാണ് ഈ വിഷയം ചർച്ച ചെയ്തതെന്ന് പോലും ഞങ്ങൾക്കറിയത്തില്ല. പിന്നെ എങ്ങനെയാണ് പി സി ജോർജ് UDF-ലേക്ക് എന്നെ എടുക്കുന്നു എന്നുള്ളത് പരസ്യ പ്രഖ്യാപനം നടത്തി അറിയിച്ചിട്ടുള്ളത്? ഇതൊരു രാഷ്ട്രീയ തന്ത്രമാണ്. ആദ്യഘട്ടത്തിൽ UDF-നോടൊപ്പം നിന്നു, പിന്നീട് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തോടൊപ്പം നിന്നു. അത് കഴിഞ്ഞ് ശബരിമല വിഷയം വന്നപ്പോൾ അനുയോജ്യമായ സാഹചര്യം BJP-ക്കുണ്ട്, അതുകൊണ്ട് NDA-യിലേക്ക് ചേക്കേറാമെന്ന് വിചാരിച്ച് അവരോടൊപ്പവും കൂടി. അവസാനം അവിടെയുമില്ല ഇവിടെയുമില്ല എന്ന ഒരു അവസ്ഥയിലേക്ക് പി സി ജോർജിനെ എത്തിക്കാനുള്ള കാരണമെന്ന് പറയുന്നത് 3 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയ തേരോട്ടം നടത്തി, രാഹുൽ ഗാന്ധി തരംഗം ഉണ്ടാവാനും കാരണമായി. പക്ഷേ ഇത് നോക്കിയും കണ്ട പി സി ജോർജ് ഇതൊക്കെ അനുകൂല സാഹചര്യമാണ് കോൺഗ്രസിന് നൽകുന്നതെന്നും അതുകൊണ്ട് UDF-നോടൊപ്പം നിൽക്കുന്നതാണ് നല്ലതെന്ന് കണ്ട് NDA തള്ളിപ്പറഞ്ഞ് UDF-ലോട്ട് വരാനും ശ്രമിച്ചു. പക്ഷേ UDF-ന്റെ തീരുമാനം രമേശ് ചെന്നിത്തല ഇന്ന് അറിയിച്ചതോടുകൂടി പെരുവഴിയിലായിരിക്കുകയാണ് പി സി ജോർജ് എന്ന് വേണം പറയാൻ. കാരണം ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നീക്കം നടത്തി ജനങ്ങളെ വഞ്ചിക്കുന്നവർക്ക്, ജനദ്രോഹ നടപടികൾക്കൊപ്പം നിൽക്കുന്നവർക്ക് കൃത്യമായ മറുപടി കൊടുക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തയ്യാറായി കഴിഞ്ഞാൽ ഇത്തരക്കാർക്കുള്ള ഏറ്റവും വലിയ ഒരു മറുപടി ഇത് തന്നെയാണ്. ജനപക്ഷത്തിനെ ഇനി UDF-ലോട്ട് കൊണ്ടുപോയി അവിടെ സുരക്ഷിതമായി നിൽക്കാമെന്ന ചിന്താഗതിക്ക് തക്കതായിട്ടുള്ള മറുപടി നൽകിയ രമേശ് ചെന്നിത്തലയ്ക്ക് അഭിനന്ദനമുണ്ട്. രാഷ്ട്രീയ ചാണക്യം കളിച്ച്, അതായത് രാഷ്ട്രീയ ചാണക്യ തന്ത്രം ഉപയോഗിച്ച് നേട്ടം കൊയ്ത് ഇടതും വലതുമില്ലാതെ ഇടക്കിടക്ക് ചാഞ്ഞു കളിക്കുന്നവരെ തിരിഞ്ഞു പിടിച്ച് അവരെ ഒറ്റയ്ക്ക് നിർത്താനുള്ള സമ്പ്രദായം എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉണ്ടായിക്കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൽ എംബൂക്കിത്തരം കളിക്കുന്ന ആളുകളെ പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാനും സാധിക്കും, അവർക്ക് ഒരു തിരിച്ചടി നൽകാനും സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പി സി ജോർജിന്റെ വിഷയത്തിലും ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് ഇത് തന്നെയാണ്. ഇനി പൂഞ്ഞാറുകാർക്കും ബുദ്ധി ഉദിച്ചു കഴിഞ്ഞാൽ, അതായത് പൂഞ്ഞാറിലെ പി സി ജോർജിന്റെ വീമ്പെളുക്കുകൾ കണ്ട് അതിൽ മയങ്ങി വീണ പാവപ്പെട്ട സാധാരണക്കാർക്ക് യഥാർത്ഥത്തിൽ ബുദ്ധി ഉദിച്ചു കഴിഞ്ഞാൽ ഇനിയും അവിടെയും ഒരു വലിയ തിരിച്ചടി പി സി നേരിടുമെന്ന കാര്യത്തിൽ സംശയമില്ല. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.